ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൽ വർഷയുടെ അമ്മ മഹിമ എ സി കൊണ്ട് തിരിച്ചു വന്നിരിക്കുന്നു. സുധിയുടെ കടയിലേക്ക് എ സി കൊണ്ട് തിരിച്ചു വന്നു. എന്നിട്ട് പറയാണ്, ഞാൻ എ സി തിരിച്ചേൽപ്പിക്കുകയാണ് പറയുക. അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ പറയാം, നിങ്ങളുടെ വീട്ടിലേക്കായിട്ട് മേടിച്ചതായിരുന്നു ഞാൻ എ സി, പക്ഷേ സച്ചി അത് തിരിച്ചയപ്പിച്ചു. എനിക്ക് എ സിയുടെ ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ തിരിച്ചു തരാണ്. വേറെ ഒന്നും വിചാരിക്കുന്നത് ആദ്യം നടത്തിയ കച്ചവടമാണ്, അത് തിരിച്ചു തരണേൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ വർഷയുടെ അമ്മ സൂപ്പറായിട്ട് അഭിനയിച്ചിട്ട് എ സി തിരിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ ഫണ്ട് തിരിച്ചു തരാം ആൻറ്റി എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ പറയും. പക്ഷേ അതിന് മുമ്പ് സുധി കടയിൽ റീറ്റെയിലർ വന്നപ്പോൾ, ഹോൾസെയിൽ കടയിൽ നിന്ന് ആൾ വന്നപ്പോൾ 2 ലക്ഷം രൂപ ആൾക്ക് എടുത്തു കൊടുത്തായിരുന്നു. അപ്പോൾ അത് കാരണം സുധിയുടെ കയ്യിൽ പൈസ ഇല്ല. ആൻറ്റി അതിപ്പോൾ തിരിച്ചു തരാം, എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ല, എന്താ ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ സാരില്ല, അതെൻ്റെ ഒരു ഗിഫ്റ്റായിട്ട് നിങ്ങൾക്ക് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ഔദാര്യം കാണിക്കുകയാണ് വർഷയുടെ അമ്മ. അങ്ങനെ അപ്പോൾ ശ്രുതിക്ക് അത് കേൾക്കുമ്പോൾ എന്തോ ഒരു മോശക്കേട് പോലെ തോന്നുന്നു. ശ്രുതി പറയും, ഒരു 10 മിനിറ്റ് ആൻറ്റി ഒന്നിവിടെ വെയിറ്റ് ചെയ്യണേ, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് മഹിമേനെ കടയിൽ പിടിച്ചെടുത്തിട്ട് ശ്രുതി പുറത്തേക്ക് പോയിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ശ്രുതി തിരിച്ചു വന്നിട്ട് പൈസ 1.5 ലക്ഷം രൂപ മഹിമയ്ക്ക് തിരിച്ചു കൊടുക്കും. മഹിമ പറയും, എന്തിനാ ശ്രുതി ഇത് വേണ്ട, ഞാൻ പറഞ്ഞതല്ലേ നിങ്ങൾക്ക് എൻ്റെ ഒരു ഗിഫ്റ്റാണ്, നിന്നെ എൻ്റെ മോളെ പോലെ ഞാൻ കണ്ടേക്കണം, അപ്പം നിനക്ക് തരുന്ന ഒരു ഗിഫ്റ്റാണെന്ന് ഞാൻ പറഞ്ഞേക്കും. അല്ല ആൻറ്റി തിരിച്ചു തന്ന സ്ഥിതിക്ക് ഞങ്ങൾക്ക് തിരിച്ചു തരേണ്ട ബാധ്യത ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ആ പൈസ നിർബന്ധിച്ച് മഹിമേനെ കൊടുത്തേൽപ്പിക്കുകയാണ്. അപ്പോൾ മഹിമ പറയുന്നത്, ഇതിനൊക്കെ കാരണം സച്ചി ഒറ്റ എഴുത്തണം, സച്ചിക്ക് നല്ല ദേഷ്യമുണ്ട്, രേവതിയുടെ കൈനീട്ടം മേടിക്കാതെ എൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾ ഫസ്റ്റ് സെയിൽ നിർത്തിയാൽ സച്ചിക്ക് നല്ല ദേഷ്യമുണ്ട്, അതുകൊണ്ടാണ് സച്ചി ഇമാതിരിയൊക്കെ പെരുമാറി. മറ്റ് മഹിമ അവിടെ സച്ചിക്കൊരു പാര പണിതിട്ട് പോവാണ്. അത് കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലെത്തി എല്ലാവരും കൂടി ഒന്നിച്ചു കൂടി സുധി സച്ചിയുടെ അടുത്ത് പറയണം, നിനക്ക് ഇത്രയും വിവരമില്ലേ, നീ എന്ത് പണിയാണ് ചെയ്ത്, നിന്നോട് ആരെ എ സി തിരിച്ച് ഇതാക്കാൻ പറഞ്ഞ് ഇതൊക്കെ. അപ്പോൾ ഈ വിവരം ആരും അറിഞ്ഞിട്ടില്ലല്ലോ, മഹിമ പറയുമ്പോഴാണ് അറിയണത്. അപ്പോൾ വർഷ പറയുന്നു, എൻ്റെ അമ്മ എന്നെ വിളിച്ച് കരഞ്ഞിട്ടാണ് സംസാരിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ സച്ചി പറഞ്ഞു, അത് അവരുടെ അഭിനയമാണെന്ന് പറയുന്നു. അപ്പോൾ രേവതി പറയണം, അന്ന് പിറന്നാൾ വെഡിങ് ആനിവേഴ്സറിക്ക് വന്നപ്പോൾ പറഞ്ഞതല്ലേ ഇവിടെ വേണ്ട, എ സി വേണ്ടെന്ന് പറഞ്ഞല്ലേ, പിന്നെയും കൊടുത്തയക്കുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, നമ്മുടെ അച്ഛനെ അഭിമാനിക്കാനല്ലേ അവർ കൊടുത്തയച്ചേക്കണമെന്ന് ചോദിച്ചിട്ട് സച്ചിനെ സപ്പോർട്ട് ചെയ്തിട്ട് രേവതി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, നീ മിണ്ടാതിരുന്നോ, നീ വായടച്ചു, നീ ഒറ്റ എടുത്താണ് ഇവൻ ഇങ്ങനെ ഒക്കെ, നീ പറയേണ്ടത് ഇവൻ കേൾക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി രേവതിനെ ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞാൽ ഞങ്ങളുടെ കടയിൽ ഇനി ആരെങ്കിലും കയറുമോ, കൊണ്ടുപോയി സാധനം തിരിച്ചു കൊടുക്കണമെന്ന് അറിഞ്ഞാൽ എന്തെങ്കിലും ഇതായതാന്നല്ലേ വിചാരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്, എന്ത് പണിയാണ് സച്ചിനെ ചെയ്ത്, ഇങ്ങനെ എന്തിനാണ് ഞങ്ങളെങ്ങനെ ദ്രോഹിക്കണം എന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതി സങ്കടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും സച്ചി കുറ്റപ്പെടുത്തുമ്പോൾ രേവതി സച്ചിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതി പറയാണ്, നിന്നെ ഞാൻ എന്താ ചെയ്യണമെന്നല്ല, നീ എന്താണെന്ന് ചെയ്യാതിരിക്കുമ്പോൾ ശ്രുതി സച്ചി അടിക്കാൻ വേണ്ടി കൈ വാങ്ങണു. അങ്ങനെ അവർ തമ്മിൽ ബലാബലം അങ്ങനെ അടി തുടങ്ങുമ്പോൾ രവീന്ദ്രൻ നിർത്താൻ പറയാണ്. എന്നിട്ട് രവീന്ദ്രൻ പറയണ, എൻ്റെ മുമ്പിൽ വെച്ചിട്ട് തുടങ്ങിയാൽ നിങ്ങളുടെ തല്ലൂട്ടം, ഇതെന്തുകൊണ്ടാണ് അവർ തന്നയച്ചെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല നിങ്ങൾക്ക് എന്നൊക്കെ ചോദിച്ചിട്ട് രവീന്ദ്രൻ ചോദിക്കുകയാണ്. സച്ചി പറയും, മനഃപൂർവ്വം അച്ഛനെ അപമാനിക്കാൻ വേണ്ടി തന്നെ, അന്ന് വേണ്ടാന്ന് പറഞ്ഞ സാധനം വീണ്ടും കൊടുത്തയക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ മനഃപൂർവ്വമല്ലേ അവരത് ചെയ്തതെന്നൊക്കെ ചോദിക്കുകയാണ് വർഷയോട്. അപ്പോൾ വർഷമൊന്നും മിണ്ടണില്ല കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, എന്തായാലും സച്ചിയേട്ടൻ്റെ ഇഷ്ടത്തിന് അത് തിരിച്ചു കൊടുത്തത് തീരെ ശരിയായില്ല, സച്ചിയേട്ടൻ ഞങ്ങളോട് ആരോടെങ്കിലും ഒരു വാക്ക് ചോദിച്ചിട്ട് മതിയായിരുന്നു, തിരിച്ചു കൊടുത്തയക്കില്ല എന്നൊക്കെ പറയാണ് സച്ചിയോട്. അങ്ങനെ സച്ചി എല്ലാവരും ഇട്ട് കുറ്റപ്പെടുത്തുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നൊക്കെ ചോദിച്ചാൽ രവീന്ദ്രൻ ഷൗട്ട് ചെയ്യുന്നുണ്ട്, മക്കൾ എൻ്റെ മുമ്പിൽ വെച്ചിട്ട് അടി കൂടുതലാണോ നിങ്ങളുടെ പണി, നിങ്ങൾക്ക് എന്നെ ഇത്രയും വിലയില്ലാണ്ടായി, ഇതിനാണ് ഞാൻ നിങ്ങളെ വളർത്തി വലുതാക്കിയെന്ന് ചോദിച്ചാൽ രവീന്ദ്രൻ അവരോട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു എപ്പിസോഡായിട്ടാണ് ഇന്നത്തെ ചെമ്പനീർപ്പൂവ് പോകുന്നത്. അപ്പോൾ എൻ്റെ കഥ കേട്ട് ഇഷ്ടമായ കൂട്ടുകാരൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.